ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഈസി ഹിന്ദി ക്ലാസ്. മക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഗലീലിയോ എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വഹ് ബിനാ സബൂത്ത് കെ കുച്ച് നഹി സ്വീകാർത്താ ഥാ, ലഡ്കെ കെ ഇസ് മനോഭാവ് പർ അപ്പനി റായ് പ്രകട്. അവൻ തെളിവില്ലാതെ ഒന്നും സ്വീകരിക്കാറില്ലായിരുന്നു. ആ ആൺകുട്ടിയുടെ ഈ മനോഭാവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഉത്തർ, കുച്ച് ലോഗ് തോ अनुमान के बल पर या दूसरों का कहना मानकर उस पर भरोसा करने को तैयार होते हैं. ചില ആളുകൾ അനുമാനിച്ചും മറ്റുള്ളവർ പറയുന്നത് കേട്ടും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നു. ലേക്കിൻ കുച്ച് സബൂത്ത് കെ ആധാർ പർ ഹി ഉസേ മാനനെ കോ തയ്യാർ ഹോത്തെ ഹൈ. പക്ഷേ മറ്റു ചിലർ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് വിശ്വസിക്കാൻ തയ്യാറായവരാണ്. ബിനാ സബൂത്ത് കെ കിസി തദ്ദി കോ സമझना ഉചിത് നഹി ഹൈ. ഏതെങ്കിലും ഒരു തത്വം വെളിവാകാതെ മനസ്സിലാക്കാതെ അത് സ്വീകരിക്കുന്നത് ഉചിതമല്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മുझे वैज्ञानिक बनने का मन है तो मैं विज्ञान क्यों न पढूं, गलीलियो के स्वभाव की कौन सी विशेषता यहाँ प्रकट होती है. എനിക്ക് ശാസ്ത്രജ്ഞനാകാനാണ് ഇഷ്ടമെങ്കിൽ ശാസ്ത്രം എന്തുകൊണ്ട് പഠിച്ചുകൂടാ? ഗലീലിയോയുടെ സ്വഭാവത്തിൻ്റെ എന്ത് പ്രത്യേകതയാണ് ഇവിടെ പ്രകടമാകുന്നത്? ഉത്തർ, ഹമേ അപ്പനി രുചി കെ അനുസാർ पढ़ाई में विषय चुनना चाहिए. माता पिता की ज़बरदस्ती के कारण चुनना नहीं है. यहाँ गलीलियो की रुचि के अनुसार विषय चुनकर लक्ष्य तक पहुँच जाने का दृढ़ निश्चय का भाव प्रकट होता है. നമ്മൾ താല്പര്യമനുസരിച്ച് പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കണം. അച്ഛനമ്മമാരുടെ നിർബന്ധം കാരണം വിഷയം തിരഞ്ഞെടുക്കരുത്. ഇഷ്ടവിഷയം തിരഞ്ഞെടുത്ത് ലക്ഷ്യത്തിലെത്താനുള്ള ഗലീലിയോയുടെ ദൃഢനിശ്ചയമാണ് പ്രകടമാകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പുരാനെ ജമാനെ में समय जानने के लिए लोगों ने क्या क्या उपाय अपनाए होंगे. പഴയ കാലത്ത് സമയം അറിയുന്നതിന് ആളുകൾ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിച്ചിട്ടുണ്ടാവുക? ഉത്തർ, സൂര്യഘടി സൂര്യഘടികാരം, ജൽഘടി ജലഘടികാരം, ചന്ദ്രമ ഔർ താരോങ്കി സ്ഥിതി ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനമനുസരിച്ച്, ധൂപ് ഔർ ഛായാക്ക സാമാന്യ ജ്ഞാൻ വെയിലിലൂടെയും നിഴലിലൂടെയും, रेत घड़ी മണൽ ഘടികാരം, പക്ഷിയോം ഔർ ജാൻവരോങ്ക വ്യവഹാർ പക്ഷികളുടെയും മൃഗങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിജ്ഞാൻ കാ മത്ലബ് പ്രയോഗ് ഹെ, ഇസുസെ ആപ് ക്യാ സമझते ഹൈ. ശാസ്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരീക്ഷണമാണ്. ഇതിൽ നിന്ന് താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഉത്തർ, വിജ്ഞാൻ ഹക്കീഖത്ത് ഹോത്തെ ഹൈ. ശാസ്ത്രം എന്നത് വസ്തുതയാണ്. യഹാം തക്ക് പഹുഞ്ചനെ കേലെ കൈ പ്രയോഗോം സെ ഗുസർന പടുത്താ ഹെ. ഇവിടെ വരെ എത്തിച്ചേരാൻ അനേക പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നു. പ്രയോഗ കെ ദ്വാരാ ഹി വിജ്ഞാൻ കെ നിയം ഹം ലാഗു കർ സക്തേ ഹൈ. പരീക്ഷണങ്ങളിലൂടെ മാത്രമേ ശാസ്ത്രത്തിലെ നിയമങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ലേഖകെ ആധാർ പർ ക്രമബദ്ധ കരെ. തന്നിരിക്കുന്ന കാര്യങ്ങൾ ഓർഡറാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പോസ്റ്റർ തയ്യാർ കരെ. 15 फरवरी गलीलियो दिवस है. मान लें इस अवसर पर आपके स्कूल में विज्ञान प्रदर्शनी होने वाली है. इसके प्रचार के लिए പോസ്റ്റർ തയ്യാർ കരെ. ഫെബ്രുവരി 15 ഗലീലിയോ ദിവസമാണ്. ഈ അവസരത്തിൽ നിങ്ങളുടെ സ്കൂളിൽ ശാസ്ത്ര പ്രദർശനം നടത്തുന്നു. അതിനെക്കുറിച്ചൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രേഖാങ്കിത ശബ്ദോं का अर्थ अलग अलग संदर्भ में समझे और नए वाक्य बनाए. 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആദ്യത്തേത്, കുച്ച് ദേർ ബാദ് ചാന്ദ് കോ ദേഖ്തേ ഹുയി വഹ് ഉതർനെ ലഗ. ഇതിൻ്റെ അർത്ഥം കുറച്ച് സമയത്തിന് ശേഷം അവൻ ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഇറങ്ങാൻ തുടങ്ങി എന്നാണ്. ഇവിടെ ലഗ എന്നതിൻ്റെ അർത്ഥം തുടങ്ങി, ആരംഭിച്ചു എന്നാണ്. രണ്ടാമത്തേത്, ഉസേ ഐസാ ലഗാക്കി ചാന്ദ് ബി ഉസ്കെ സാത്ത് ചഡ് രഹാത്ത. അവന് ഇങ്ങനെ തോന്നി ചന്ദ്രൻ അവൻ്റെ ഒന്നിച്ച് കയറുന്നതായിട്ട്. ഇവിടെ ലഗ എന്നതിൻ്റെ അർത്ഥം തോന്നുക എന്നതാണ്. ആദ്യത്തേതിൽ തുടങ്ങി എന്നും രണ്ടാമത്തേതിൽ തോന്നുക എന്നുമാണ് ലഗ എന്നതിൻ്റെ അർത്ഥം വരുന്നത്. ഇതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഉത്തരം.
അടുത്ത ക്വസ്റ്റ്യൻ ചർച്ച കരെ, ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. कुछ दिनों बाद गलीलियो को उसके पिता ने डॉक्टरी पढ़ने के लिए भेजा, मगर वह तो वैज्ञानिक बनना चाहता था. उसने अपने आप विषय बदल लिए. गलीलियो के निर्णय पर आपका विचार क्या है? അച്ഛൻ അവനെ ഡോക്ടർ ആകാൻ വേണ്ടിയുള്ള പഠനത്തിന് അയച്ചു. പക്ഷേ അവൻ സ്വയം സബ്ജക്റ്റ് മാറ്റി ശാസ്ത്രജ്ഞനാകാനുള്ള സബ്ജക്റ്റ് തിരഞ്ഞെടുത്തു. ഗലീലിയോയുടെ ഈ നിർണയത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിഷയമാണ്. അടുത്തത് गलीलियो के जीवन एवं दृष्टिकोण की विशेषताएं क्या क्या, संकेतों के आधार पर टिप्पणी लिखी. ഗലീലിയോയുടെ ജീവിതത്തെക്കുറിച്ചും കാഴ്ചപ്പാടിനെക്കുറിച്ചുമുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ്. അതിനുള്ള കുറച്ച് പോയിന്റ് തന്നിട്ടുണ്ട്. പരിസർ കാ നിരീക്ഷൺ കർണ, ചുറ്റുപാട് നിരീക്ഷിക്കുക. സത്യഘോഷനമേ സബൂത്തോം കാ ആശ്രയിലേന, സത്യം മനസ്സിലാക്കുന്നതിന് തെളിവുകൾ സ്വീകരിക്കുക. ജീവൻമേ സ്വയം നിർണയിലേന, ജീവിതത്തിൽ സ്വയം നിർണയം എടുക്കുക, തീരുമാനമെടുക്കുക. ചുനൗത്തിയോങ്കോ സ്വീകാർ കർണ, വെല്ലുവിളികളെ നേരിടുക. സത്യാർത്ഥി ഗലീലിയോ, സത്യസന്ധനായ ഗലീലിയോ എന്നാണ് നമ്മൾ ഇതിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്, ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഗലീലിയോ ഗലീലി एक महान इतावली वैज्ञानिक, गणितज्ञ, खगोल शास्त्री और बौद्धिकविद थे. ഗലീലിയോ ഗലീലി ഒരു മഹാനായ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനും ഗണിതജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും ഒക്കെയാണ്. ഉനെ ആധുനിക വിജ്ഞാൻ കെ ജനക കെ രൂപമേ ജാനാ ജാത്താ ഹെ, അദ്ദേഹത്തെ ആധുനിക ശാസ്ത്രത്തിൻ്റെ തന്നെ പിതാവായിട്ടാണ് കരുതുന്നത്. ഉൻകാ ജീവൻ വൈജ്ഞാനിക് ഗോജ്, സത്യ കി ഗോജ് और പരമ്പരാഗത മാന്യതാവോं को चुनौती देने का प्रतीक है. അദ്ദേഹത്തിൻ്റെ ജീവിതം വൈജ്ഞാനിക ഗോജ്, ശാസ്ത്രത്തിൻ്റെ അന്വേഷണം, സത്യത്തിൻ്റെ അന്വേഷണം, വെല്ലുവിളികളെയൊക്കെ നേരിടുന്നതിൻ്റെ പ്രതീകമാണ്. ഗലീലിയോനെ തർക്ക കെ ബജായ് പ്രയോഗ और അവലോകൻ കെ വിജ്ഞാൻ കി ആധാരശില ബനായ. ഗലീലിയോ പ്രയോഗത്തിൻ്റെയും അവലോകനത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെ ആധാരശില തന്നെ ഉണ്ടാക്കി. ഗലീലിയോ കാ ജീവൻ വൈജ്ഞാനിക് സോച്ച്, സ്വതന്ത്രത और സത്യ കി ഗോജ് കാ പ്രതീക് ഹെ. ഗലീലിയോയുടെ ജീവിതം വൈജ്ഞാനിക് സോച്ച്, ശാസ്ത്രപരമായ ചിന്ത, സ്വതന്ത്രത, സ്വാതന്ത്ര്യം, സത്യത്തിൻ്റെ അന്വേഷണം എന്നിവയുടെ എല്ലാം പ്രതീകമാണ്. ഉൻകെ ദൃഷ്ടികോണിനെ വിജ്ഞാൻ കോ അന്ധവിശ്വാസത്തെ മുക്തകർ ഏക നയി ദിശാദി. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ശാസ്ത്രത്തെ അന്ധവിശ്വാസത്തിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് ഒരു പുതിയ ദിശ തന്നെ നൽകി. വി ആജ് ബി വൈജ്ഞാനിക് ദൃഷ്ടികോൺ ഔർ സ്വതന്ത്ര ചിന്തൻ കെ പ്രേരണ സ്രോത് ഹെ. അദ്ദേഹം ഇന്നും ശാസ്ത്രീയ കാഴ്ചപ്പാടിൻ്റെയും സ്വതന്ത്ര ചിന്തയുടെയും പ്രേരണ സ്രോതാണ്.